ഗൈസ്, വെൽക്കം ബാക്ക് ടു കൊക്കോൺ ക്യാമ്പസ്. ഞാനിന്നിവിടെ ടോപ്പിക്കായി സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഹാക്കർ ഗ്രൂപ്പിനെ കുറിച്ചാണ്. ലോക പോലീസായി അറിയപ്പെടുന്ന അമേരിക്ക പോലും പേടിയോടുകൂടി നോക്കുന്ന ആ ഹാക്കർ ഗ്രൂപ്പ്. ഏതൊരു കൊറപ്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ്റെ പേടി സ്വപ്നമാണ് ഈ ഹാക്കർ ഗ്രൂപ്പ്. അതെ, ആ ഗ്രൂപ്പിൻ്റെ പേരാണ് അനോണിമസ്, ദ അനോണിമസ് ഹാക്കേഴ്സ്. ഒരുപക്ഷെ പലർക്കും കേട്ട് പരിചയമുള്ള ഒരു പേരായിരിക്കും അനോണിമസ് എന്ന ഹാക്കേഴ്സ് ഗ്രൂപ്പ്. ചിലർക്ക് പരിചയമില്ലാത്തവരുമുണ്ട്. എന്നാൽ ഇപ്പോൾ ആ പേര് ഓർത്തെടുക്കുവാൻ ഒരു കാരണവും ഉണ്ടായിട്ടുണ്ട്. ആ കാരണം ഏറ്റവും അവസാനം ഞാൻ തീർച്ചയായും പറയുന്നതാണ്. എന്നാൽ ആദ്യമായി നിങ്ങൾക്ക് അനോണിമസ് എന്താണ്, എങ്ങനെയാണ് അവരുടെ ഒറിജിൻ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹാക്കർ എന്ന് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ആദ്യമേ നമുക്ക് കാണുന്ന ഇമേജ് ഒരു മാസ്ക് ഇട്ട ഒരാളുടെ മുഖമാണ്. എന്നാൽ കൂടുതലായി ഇമേജസ് തപ്പിയാൽ കൂടി നമുക്ക് ഏറ്റവും കൂടുതലായി കാണാൻ കഴിയുക ഇതേ മാസ്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഹാക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഈ മാസ്ക് ആയിരിക്കും. ഈ മാസ്കിൻ്റെ പിന്നിലാണ് അനോണിമസിൻ്റെ കഥയുള്ളത്. ഈ കാണുന്നതാണ് അനോണിമസിൻ്റെ ലോഗോ. അതെ, ഇതിൽ തല കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരറിയപ്പെടുന്നത് മാൻ വിത്തൗട്ട് ഹെഡ് എന്ന്. അനോണിമസ് എന്നൊരു ഹാക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട് എന്നവർ ഒഫീഷ്യലി പറഞ്ഞത് 2003 4chan എന്നൊരു ഇമേജ് ബോർഡ് വെബ്സൈറ്റിൽ അതിലെ മെമ്പറുടെ ഡേറ്റാസ് എല്ലാം ഹാക്ക് ചെയ്ത് മറ്റൊരു വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ ഇൻട്രൊഡക്ഷൻ നടത്തിയത്. അനോണിമസ് ഗ്രൂപ്പിലെ മെമ്പറിനെ അനോൺ എന്നാണ് വിളിക്കുന്നത്. അവർ ഓരോ തവണ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും ഒരു മാസ്ക് വെച്ചിട്ടുണ്ടാവും, നമ്മൾ ഇമേജിൽ കാണുന്ന അതേ മാസ്ക്. കൂടാതെ അവരുടെ സൗണ്ട് അതൊരു വോയിസ് ചേഞ്ചർ വെച്ച് ചെയ്ത സൗണ്ട് പോലെ ഇരിക്കും. അതോ ചിലപ്പോൾ ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർട്ട് ചെയ്ത പ്രോഗ്രാം വഴി ചെയ്തതാണോ എന്നും വ്യക്തമല്ല. എല്ലാ തരത്തിലും അനോണിമസ് ആയിട്ടാണ് അവർ അവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടും ആ ഹാക്കർ ഗ്രൂപ്പിന് ചേരുന്ന പേര്. അനോണിമസ് ഗ്രൂപ്പേഴ്സിനെ അവർ വിളിക്കുന്നത് ഹാക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വിജിലൻറ്റി എന്നൊക്കെയാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇസ്രായേൽ, ഇറാഖ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും അനോണിമസ് ഗ്രൂപ്പിൻ്റെ കഴിവ് മനസ്സിലാക്കിയവരാണ്. ഇവരുടെ എല്ലാം ഗവൺമെൻറ് ഏജൻസീസ് അനോണിമസ് ഹാക്ക് ചെയ്തു. മാസ്റ്റർ കാർഡ്, വിസ, സോണി തുടങ്ങിയ എല്ലാ കമ്പനികളും ഈ അനോണിമസ് ഗ്രൂപ്പിൻ്റെ കഴിവുകൾ നേരിട്ട് തന്നെ ബോധ്യപ്പെട്ടു. അനോണിമസിൻ്റെ സപ്പോർട്ടേഴ്സ് ഇവരെ ഡിജിറ്റൽ റോബിൻഹുഡ് എന്ന് വരെ വിളിച്ചിട്ടുണ്ട്. 2008 അനോണിമസ് ഗ്രൂപ്പ് ഏറ്റവും വലിയൊരു മാധ്യമ ശ്രദ്ധ ആകർഷിച്ചത്. അതിന് കാരണമായതാകട്ടെ ടോം ക്രൂയിസും. അതെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഹോളിവുഡ് ആക്ടർ ടോം ക്രൂയിസ്. അദ്ദേഹം ദ ചർച്ച് ഓഫ് സയന്റോളജി എന്നൊരു റിലിജിയനിൽ വിശ്വസിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ദ ചർച്ച് ഓഫ് സയന്റോളജിയുടെ ഇടപെടൽ കാരണം ഇൻ്റർനെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടു. അതിൽ പ്രതിഷേധിച്ച് ദ അനോണിമസ് ഹാക്കേഴ്സ് ദ മെസ്സേജ് ടു ദ സയന്റോളജി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇറക്കിയിരുന്നു. അതോടുകൂടിയാണ് ഇവർ ലോകമെമ്പാടുമുള്ള മാധ്യമ ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങിയത്. അനോണിമസിൻ്റെ ആന്തം ഇങ്ങനെയാണ്: വി ആർ അനോണിമസ്, we are a legion, we don't forgive, we don't forget and expect us. അതായത് ഞങ്ങളാണ് അനോണിമസ്, ഞങ്ങളൊരു സൈന്യമാണ്, ഞങ്ങൾ മറക്കുകയില്ല, ഞങ്ങൾ ക്ഷമിക്കുകയില്ല, ഞങ്ങളെ പ്രതീക്ഷിച്ചുകൊള്ളൂ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ കഴിഞ്ഞ 3 കൊല്ലമായി അനോണിമസിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അവർ അവരുടെ ഒരു വീഡിയോ പോലും കഴിഞ്ഞ 3 കൊല്ലമായി പോസ്റ്റ് ചെയ്തിരുന്നില്ല. എന്നാൽ ഈ മടങ്ങിവരവിന് ഒരു കാരണമുണ്ട്. നമ്മളെല്ലാവരും ന്യൂസിൽ കണ്ടിരുന്നു, ജോർജ് ഫ്ലോയിഡ് എന്ന മനുഷ്യനെ ഒരു അമേരിക്കൻ പോലീസ് ഓഫീസർ അയാളുടെ മുട്ടുകൊണ്ട് കഴുത്തിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന രംഗങ്ങൾ. കൊറോണ കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്നത് ഈ വിഷയമാണ്. ജോർജ് ഫ്ലോയിഡിൻ്റെ ഐ ക്യാൻ ബ്രീത്ത് എന്ന അയാളുടെ ലാസ്റ്റ് വാക്കുകൾ അതൊരു മുദ്രാവാക്യമായി അവിടുത്തെ ആളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് അനോണിമസ് ഹാക്കേഴ്സ് 3 കൊല്ലത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുന്നത്. വെറും തിരിച്ചുവരവല്ല, ഒരു രാജകീയമായ തിരിച്ചുവരവായിരുന്നു. ഇവർ ആദ്യമേ ചെയ്തത് മിന്നാപ്പോലിസ് എന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെ വെബ്സൈറ്റ് അവർ ഹാക്ക് ചെയ്തു. ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോഴും ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. രണ്ടാമതായി ചെയ്ത കാര്യം ചിക്കാഗോയിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോലീസ് റേഡിയോ ഹാക്ക് ചെയ്തു. അതുമാത്രമല്ല, അതിൽ ഈ സോങ്ങും കൂടെ അവർ പ്ലേ ചെയ്തു. നിലവിൽ 1000കണക്കിന് ഫാൻസാണ് ഈ ഹാക്കേഴ്സ് ഗ്രൂപ്പിനുള്ളത്.
ജനങ്ങളുടെ മനസ്സിൽ ഇവർ ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സാണ്, എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇവർ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സും. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരുടെ ട്വീറ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്താണേലും ജോർജ് ഫ്ലോയിഡിന് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അനോണിമസ് ഹാക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.